അഭി റൂമിലേക്ക് വരുമ്പോൾ നവ്യ ചോദിക്കുകയാണ് നമുക്കൊന്ന് പുറത്തു പോയാലോ എന്ന്. അത് കേട്ട് നവ്യ പറയുന്നുണ്ട്, ഇന്നലെ നീ അങ്ങനെയൊന്നുമല്ലല്ലോ പറഞ്ഞത്, എൻ്റെ ഏത് ആഗ്രഹവും സാധിച്ചു തരാം, എങ്ങോട്ട് വേണമെങ്കിലും പോകാം എന്നൊക്കെയല്ലേ. അഭി പറയുന്നുണ്ട് വല്യമ്മ ഹോസ്പിറ്റലിലാണ്, ഈ സമയത്ത് ഇങ്ങനെ പുറത്തു പോകുന്നതൊക്കെ ശരിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിന്റെ അനിയത്തിയുടെ ഒരൊറ്റ കാരണം കൊണ്ടാണ് വല്യമ്മ ഹോസ്പിറ്റലിലാകാൻ കാരണം എന്നൊക്കെ അഭി പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ നവ്യാണെങ്കിൽ സമ്മതിച്ചു കൊടുക്കുന്നില്ല. എൻ്റെ അനിയത്തി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, നീ എന്നെ കുറിച്ചാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെങ്കിൽ ഞാൻ സമ്മതിച്ചു തന്നേനെ. മാത്രമല്ല അത് എനിക്ക് വേണ്ടി കാച്ചി വെച്ചിരുന്ന പാലായിരുന്നു, അബദ്ധത്തിലെടുത്ത് വല്യമ്മ കുടിക്കുകയായിരുന്നു, ഞാനത് കുടിച്ചിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടേനെ എന്നൊക്കെ പറയുകയാണ് നവ്യ. അത് കഴിഞ്ഞ് അഭി പറയുകയാണ്, കണ്ടോ കണ്ടോ നിന്റെ അനിയത്തിക്ക് ആരോട് സ്നേഹമില്ല, അവളോട് മാത്രമേ സ്നേഹമുള്ളൂ എന്നൊക്കെ പറയുകയാണ്. അത് കേട്ട് നവ്യ പറയുകയാണ്, നീ എന്നെ കുറിച്ചാണ് ഇത് പറയുന്നെങ്കിൽ ഞാൻ സമ്മതിച്ചു തന്നേനെ, പക്ഷെ ഞാനീ നന്ദു ഒരിക്കലും അങ്ങനെയല്ല. നവ്യ ഒന്ന് സമ്മതിച്ചു കൊടുക്കാത്തത് കൊണ്ട് തന്നെ അഭിക്കാണെങ്കിൽ വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. നീ എന്നോട് കുറച്ച് ദിവസമായി കാണിച്ച സ്നേഹമെല്ലാം വെറുതെയായിരുന്നില്ലേ. എനിക്ക് നിന്നോടൊരു അപേക്ഷയുണ്ട്, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുന്നിലെങ്കിൽ നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അഭിനയിക്കണം. എൻ്റെ വീട്ടുകാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുകയാണ് അഭി. മാത്രമല്ല എനിക്ക് സ്നേഹിക്കുന്നത് പോലെ അഭിനയിക്കാനൊന്നും അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നീ ഇത്രയും കാലം എന്നോട് കാണിച്ചതല്ല അഭിനയമല്ലേ എന്നൊക്കെ നവ്യ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി വഴക്കിടുകയാണ്. പിന്നീട് അഭി ജലജയോട് പറയുകയാണ്, നവ്യ എന്നെ മുൻപത്തെ പോലെ സ്നേഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പരാതി പറയുന്നുണ്ട്. അവൾക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്, നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ എന്നൊക്കെ അഭി പറയുന്നുണ്ട്. ഏടത്തി ഇങ്ങോട്ട് വന്നോട്ടെ, നയനയാണ് ഏടത്തിയെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് നമുക്ക് പറഞ്ഞു പരത്താം. എന്തായാലും ഏടത്തിയെ നവ്യയെ നയനയെ ഇവിടെ നിന്ന് പുറത്താക്കും, അതുവരെ നമുക്ക് കാത്തിരിക്കാം എന്നൊക്കെ പറയുകയാണ് ജലജ. അപ്പോഴും അഭിക്ക് ഒരു പ്രതീക്ഷയുമില്ല. മുത്തശ്ശനും മുത്തശ്ശി ആ നയനയെ സപ്പോർട്ട് ചെയ്യുകയല്ലേ, പോരാത്തതിന് ഇവിടെയുള്ള ആണുങ്ങളെല്ലാം ആ നയനയ്ക്ക് സപ്പോർട്ടാണ്. ആ സമയത്താണ് ഗോവിന്ദൻ അങ്ങോട്ട് വരുന്നത്. ഗോവിന്ദനെ കണ്ടപാടെ എന്താണ് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് ജലജ. ഇവിടെ ഒരാൾ ഹോസ്പിറ്റലിലായിരുന്നു, അതൊക്കെ അറിഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ജലജ. ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് ഇവിടേക്ക് വരുന്നത് എന്നൊക്കെ പറയുകയാണ് ഗോവിന്ദൻ. പിന്നീട് ഗോവിന്ദൻ വന്ന കാര്യം പറയുകയാണ്, കനക കുറച്ച് പലഹാരങ്ങൾ ഉണ്ടാക്കി തന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് എന്നൊക്കെ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ ജലജ പരിഹാസത്തോടെ പറയുകയാണ്, നിങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ ഇവിടെയുള്ളവർക്ക് പേടിയാണ്, ഒരുത്തി ഉണ്ടാക്കിയ ഭക്ഷണത്തിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല, ഒരുത്തി ഉണ്ടാക്കിയ പാല് കുടിച്ചിട്ടാണ് ഏടത്തിക്ക് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകാൻ കാരണം. അഭിയും കൂടെ പറയുന്നുണ്ട്, ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാൻ എനിക്ക് പേടിയാണ്, എന്തൊക്കെ വിഷമാണ് കലക്കി തരുന്നതെന്ന് അറിയില്ല. അഭിയും കൂടി ഇങ്ങനെ പറയുമ്പോൾ ഗോവിന്ദനാണെങ്കിൽ വലിയ വിഷമമാവുന്നുണ്ട്. ഗോവിന്ദൻ അഭിയോട് പറയുകയാണ്, നിന്റെ സംസാരത്തിൽ എന്താണ് ഒരു മാറ്റം, ഇന്നലെ നമ്മുടെ വീട്ടിൽ നീ എന്ത് സ്നേഹത്തോടെയാണ് വന്നു പോയത്, ഇപ്പോൾ നിനക്ക് എന്താണ് പറ്റിയത് എന്നൊക്കെ ചോദിക്കുകയാണ് ഗോവിന്ദൻ. നിങ്ങളുടെ മോളെ വിശ്വസിക്കാൻ പറ്റില്ലെന്നും അവൾ തിരിഞ്ഞു കൊത്തു എന്നൊക്കെ ഞാൻ അഭിയോട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ് ജലജ. അങ്ങനെ ഇതെല്ലാം കേട്ടുകൊണ്ട് നവ്യ അങ്ങോട്ട് വരികയാണ്. ആ സമയം അഭി പറയുകയാണ്, ഇങ്ങനെ വിരുന്ന് വരുമ്പോൾ പലഹാരമൊന്നും അല്ല കൊണ്ടുവരേണ്ടത്, സ്വർണ്ണാഭരണങ്ങളാണ് കൊണ്ടുവരേണ്ടത്, അല്ലാതെ ഈ ഉണക്ക പലഹാരങ്ങൾ കിട്ടിയിട്ട് യാതൊരു കാര്യമില്ല എന്നൊക്കെ പറയുകയാണ് അഭി. അതെല്ലാം കേൾക്കുമ്പോൾ നവ്യയ്ക്കാണെങ്കിൽ വലിയ വിഷമമാവുന്നുണ്ട്. നവ്യ അഭിയോട് പറയുകയാണ്, നീ ഇന്നലെ എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ വലിയ സ്നേഹപ്രകടനമായിരുന്നല്ലോ, അത് എൻ്റെ പാവം അച്ഛൻ വിശ്വസിച്ചു, ആ സന്തോഷം കൊണ്ടാണ് അച്ഛൻ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നത് എന്നൊക്കെ പറയുകയാണ് നവ്യ. അഭിയുടെ സ്നേഹം വെറും അഭിനയമായിരുന്നെന്ന് നവ്യയും ഗോവിന്ദനും മനസ്സിലാക്കുകയാണ്. എന്തായാലും പലഹാരങ്ങൾ കൊണ്ടുവന്നില്ലേ, അതല്ല അച്ഛനും മോളും അങ്ങോട്ട് കഴിച്ച് സ്നേഹിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ അപമാനിച്ച് ജലജയും അഭിയും അവിടെ നിന്ന് പോവുകയാണ്. അഭി ഗോവിന്ദനാണെങ്കിൽ വളരെ വിഷമത്തോടെ പറയുകയാണ്, മോളെ അഭി കാണിച്ച സ്നേഹമല്ല അഭിനയമായിരുന്നു, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുകയാണ് ഗോവിന്ദൻ. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് അച്ഛ എന്നൊക്കെ പറയുകയാണ് നവ്യ. എന്നാൽ ഒരാൾ ഇങ്ങനെയൊക്കെ മാറുമോ എന്നൊക്കെ ചോദിക്കുകയാണ് ഗോവിന്ദൻ. ആ സമയം നവ്യയാണെങ്കിൽ ആകെ വിഷമത്തോടെ പറയുകയാണ്, അഭിയിൽ നിന്ന് ഇങ്ങനൊരു പ്രതികരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, അവൻ മുൻപൊക്കെ എന്നെ തള്ളി പറഞ്ഞപ്പോൾ എനിക്ക് അത്ര പ്രശ്നമില്ലായിരുന്നു, എന്നാൽ ഇത് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുകയാണ് നവ്യ. മോൾക്ക് ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വന്നോളൂ, അച്ഛനമ്മമാർക്ക് മക്കൾ ഒരിക്കലും ബുദ്ധിമുട്ടാവില്ല, നയനമ്മളോടും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, ഈ ആദർശം നയനയും തമ്മിലുള്ള ബന്ധവും ഇങ്ങനെ തന്നെയാണോ എന്നൊക്കെ ചോദിക്കുകയാണ് ഗോവിന്ദൻ. അത് കേൾക്കുമ്പോൾ നവ്യ പറയുകയാണ്, ഒരിക്കലും അല്ല അച്ഛ, ആദർശേട്ടന് രണ്ട് മുഖമായി നടക്കാൻ പറ്റില്ല, ആദർശേട്ടൻ നയനയെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണ് എന്നൊക്കെ പറയുകയാണ് നവ്യ. അങ്ങനെ നവ്യയാണെങ്കിൽ അങ്ങനെ വിഷമിക്കുകയാണ്, കാരണം പെട്ടെന്നുള്ള അഭിയുടെ മാറ്റം നവ്യയ്ക്കാണെങ്കിൽ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. പിന്നീട് ഗോവിന്ദനാണ് നവ്യയോട് ഇങ്ങനെ പറയുകയാണ്, ഇന്നലെ എൻ്റെ മനസ്സൊന്ന് തണുത്തതാണ്, അതിൻ്റെ നന്ദി ഞാൻ ദൈവങ്ങളോട് പറഞ്ഞതാണ്, എന്നാൽ ഇത് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. നവ്യ കരഞ്ഞുകൊണ്ട് ഗോവിന്ദനോട് പറയുകയാണ്, ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും അച്ഛൻ നന്ദുവിനോടും അമ്മയോടും പറയണ്ട, അവർക്ക് കേൾക്കുമ്പോൾ നല്ല വിഷമമാവും, അഭി എന്നെ സ്നേഹിക്കുന്നു എന്ന് തന്നെ വിചാരിച്ചോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് നവ്യ. ഞാൻ അങ്ങനെ തന്നെ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ സങ്കടത്തോടെ യാത്ര പറയുകയാണ്. നയനെ കാച്ചി വെച്ചിരുന്ന പാലായിരുന്നല്ലോ വല്യമ്മ എടുത്ത് കുടിച്ചത്, അതുകൊണ്ട് തന്നെ നയനെ പ്രതിയാക്കുന്ന തരത്തിലുള്ള സംസാരങ്ങളാണ് ഇവിടെയുള്ളത്. ഞാനാണ് ആ പാല് കുടിച്ചിരുന്നെങ്കിൽ ഇന്ന് വല്യമ്മയുടെ അവസ്ഥ എനിക്ക് വരും, ഞാനാണ് വല്യമ്മയുടെ സ്ഥാനത്ത് ICUയിൽ കിടക്കേണ്ടി വരുന്നത്, അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്നൊക്കെ പറയുന്നുണ്ട് നവ്യ. അപ്പോൾ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, ഇവിടെ നിന്ന് എങ്ങനെ വിശ്വസിച്ച് ഭക്ഷണം കഴിക്കും, എങ്ങനെയാണ് എൻ്റെ രണ്ട് മക്കളും ഇവിടെ പിടിച്ചു നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ രണ്ടുപേരും പിടിച്ചു നിൽക്കും, അങ്ങനെ കയറി വന്ന വീട്ടിൽ നിന്ന് പെട്ടെന്നൊന്നും ഞങ്ങൾ ഇറങ്ങി കൊടുക്കില്ല, ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നിടത്തോളം കാലം പിടിച്ചു നിൽക്കും എന്നൊക്കെ നവ്യ പറയുന്നുണ്ടായിരുന്നു.
ഇനി ഞങ്ങളെ ഇവിടെ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുന്നവർ അത് ചെയ്തോട്ടെ, എന്നാലും ഞങ്ങൾ ഇവിടെ പിടിച്ചു നിൽക്കും എന്നൊക്കെ നവ്യ പറയുകയാണ്. അതിനുശേഷം ഗോവിന്ദ് എല്ലാം ശരിയാവും മോളെ എന്നൊക്കെ പറഞ്ഞ് നവ്യയെ ആശ്വസിപ്പിച്ച് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് ഹോസ്പിറ്റലിൽ ജയൻ ആദർശിന്റെ അടുത്ത് വന്ന് പറയുകയാണ്, മോനെ അമ്മയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു എന്നാണ് ഡോക്ടർ പറയുന്നത്. ഇതിന് നന്ദി പറയേണ്ടത് നയനയോടാണ്. അനാമികയ്ക്ക് വേണമെങ്കിൽ ബ്ലഡൊക്കെ കൊടുക്കാമായിരുന്നു, പക്ഷെ അവൾ അങ്ങനെയൊന്നും ചെയ്യാതെ ഒളിച്ചോടുകയാണ് ചെയ്തത്. എന്നിട്ട് ദേവയാനി അവളെയാണ് താലോലിച്ച് നടക്കുന്നത് എന്നൊക്കെ പറയുകയാണ് ജയൻ. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയും ദേവയാനിക്ക് ബ്ലഡിന്റെ ആവശ്യമുണ്ട്, അതുകൊണ്ട് ആളെ സംഘടിപ്പിച്ച് നിർത്താൻ വേണ്ടി ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ് ജയൻ. ജയനമ്മക്ക് ബ്ലഡ് കൊടുത്തതിന് ശേഷം എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ജയൻ ചോദിക്കുകയാണ്. ജയനിക്ക് ഒരു കുഴപ്പവുമില്ല, അമ്മയ്ക്ക് ബ്ലഡ് കൊടുക്കാൻ കഴിഞ്ഞതിൽ അവൾ വലിയ സന്തോഷത്തിലാണ് എന്നൊക്കെ പറയുന്നുണ്ട് ആദർശ്. അങ്ങനെ ഗോവിന്ദൻ വീട്ടിലേക്ക് വരികയാണ്. ഗോവിന്ദന്റെ മുഖത്താണെങ്കിൽ ഒരു സന്തോഷവുമില്ല. അവിടെ പോയിട്ട് എന്തുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കനക. ഒന്നുമില്ല, അവർ സന്തോഷത്തിൽ തന്നെയാണ് കഴിയുന്നത് എന്നൊക്കെ പറയുകയാണ് ഗോവിന്ദൻ. എന്നിട്ട് നിങ്ങളുടെ മുഖത്തൊരു സന്തോഷവും ഇല്ലല്ലോ എന്നൊക്കെ കനക ചോദിക്കുകയാണ്. അത് വെയിൽ കൊണ്ടുവന്നതിന്റെ ക്ഷീണമാണ്, വേറെ ഒന്നുമില്ല. ഗോവിന്ദന്റെ മുഖത്തെ വിഷമം നന്ദുവും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നയന കാച്ചി വെച്ച പാലാണ് ദേവയാനി എടുത്ത് കുടിച്ചത്. അതിന്റെ പേരിൽ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ അങ്ങനെ കനക ചിന്തിക്കുകയാണ്. അവിടെ ചെന്നിട്ട് എന്താണ് ഉണ്ടായത് എന്നൊക്കെ ചോദിക്കുകയാണ്. അഭിമോന്റെ അമ്മയുടെ സ്വഭാവം നിനക്ക് അറിയാമല്ലോ, അവരിങ്ങനെ ഓരോന്ന് പറഞ്ഞു, അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ, എന്നാൽ അഭിമോൻ ഒരു മാറ്റവും ഇല്ലല്ലോ, അവൻ നല്ല രീതിയിൽ തന്നെയല്ലേ പെരുമാറിയത് എന്നൊക്കെ ചോദിക്കുകയാണ് കനക. അബിക്ക് ഒരു കുഴപ്പവുമില്ല, അവൻ നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറിയത്, അവൻ എല്ലാവരെയും അന്വേഷിച്ചു, ഇടയ്ക്ക് ഇനിയും വരാൻ വേണ്ടി പറഞ്ഞു എന്നൊക്കെ പറയുകയാണ് ഗോവിന്ദൻ. അങ്ങനെ ഗോവിന്ദൻ അങ്ങനെ പറയുന്ന സമയത്തും നന്ദുവിനാണെങ്കിൽ എന്തോ ഒരു സംശയമുണ്ട്. അച്ഛൻ പറയുന്നത് ശരിയാണോ എന്ന രീതിയിൽ നന്ദു ഗോവിന്ദനെ നോക്കുകയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് ഗോവിന്ദൻ അവിടെ നിന്ന് പോവുകയാണ്. ആ സമയത്ത് കനകയാണെങ്കിൽ പറയും, ആ ജലജ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, അതായിരിക്കും അച്ഛൻ ഇത്രയും വിഷമമായത് എന്നൊക്കെ പറഞ്ഞ് കനകയെ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ നവ്യ അബിയുടെ അടുത്ത് നിന്ന് ചോദിക്കും, നിന്റെ അച്ഛൻ ആരാണെന്ന്. എൻ്റെ അച്ഛൻ ഞങ്ങൾ ചെറുപ്പത്തിൽ ഇട്ടേച്ച് പോയി, എനിക്ക് വേറെ ഒന്നും അറിയില്ല എന്നൊക്കെ അബി പറയുന്നുണ്ട്. എന്നിട്ട് നവ്യ പറയുകയാണ്, നിന്റെ അച്ഛൻ ഇട്ടേച്ച് പോയത് വേറെ ഒന്നും കൊണ്ടല്ല, നിന്റെ അമ്മയുടെയും സ്വഭാവം കൊണ്ട് മാത്രമാണ്. നിന്റെ അമ്മയുടെ അടുത്ത് ആരും നിൽക്കില്ല, അത്രയും സ്വഭാവദൂഷ്യമാണ് നിന്റെ അമ്മയ്ക്ക് എന്നൊക്കെ പറഞ്ഞ് നവ്യ ജലജയെ കുറ്റം പറയുകയാണ്. ഇന്നലെ നീ എൻ്റെ വീട്ടിലേക്ക് വന്നു, എന്നിട്ട് എല്ലാവരുടെ മുന്നിൽ സ്നേഹം അഭിനയിച്ചു, അച്ഛനും അമ്മയ്ക്കൊക്കെ വളരെ സന്തോഷമായിരുന്നു. എന്നാൽ ഇന്ന് അച്ഛൻ ഇവിടേക്ക് വന്നപ്പോൾ നീ എൻ്റെ അറ്റാക്ക് കഴിഞ്ഞു എന്ന് പോലും ചിന്തിക്കാതെയാണ് എൻ്റെ അച്ഛനെ നീ വേദനിപ്പിച്ചത്. കുത്തുവാക്കുകൾ കൊണ്ട് നീയും നിന്റെ അമ്മയും എൻ്റെ അച്ഛനെ മുറിവേൽപ്പിച്ചു. അതിന് കാരണം നിനക്ക് അച്ഛൻ്റെ സ്നേഹം അറിഞ്ഞ് വളരാത്തത് കൊണ്ടാണ് നീ എങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നൊക്കെ പറയുകയാണ് നവ്യ. അത് കേൾക്കുമ്പോൾ അബി പറയുകയാണ്, നിനക്ക് കല്യാണത്തിന് മുമ്പോ ശേഷമോ നിന്റെ വീട്ടുകാരോട് ഒരു സ്നേഹം ഉണ്ടായിരുന്നില്ലല്ലോ, ഇപ്പോൾ അങ്ങനെയാണ് പെട്ടെന്ന് സ്നേഹം ഉണ്ടായത് എന്നൊക്കെ ചോദിക്കുകയാണ്. അത് ആലോചിക്കുമ്പോൾ എനിക്ക് നല്ല കുറ്റബോധമുണ്ട് എന്ന് നവ്യ പറയുകയാണ്. ഒരു കാലത്ത് ഞാനും പറയാം, ഞാൻ ചെയ്ത തെറ്റിനെ ഓർത്ത് എനിക്കും നല്ല കുറ്റബോധമുണ്ടെന്ന് എന്നൊക്കെ അബി തിരിച്ചു പറയുകയാണ്. നിന്നെപ്പോലെ ഒരു മോശം സ്വഭാവമുള്ള ഒരാളുടെ കുഞ്ഞിനെയാണല്ലോ എനിക്ക് ചുമക്കേണ്ടി വന്നത് എന്നൊക്കെ നവ്യ പറയുകയാണ്. എന്നെപ്പോലെ മോശം സ്വഭാവമുള്ള ഒരാളുടെ കുഞ്ഞാണെങ്കിൽ നമുക്ക് അങ്ങ് ഒഴിവാക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അബി. അത് കേൾക്കുമ്പോൾ നവ്യക്ക് ദേഷ്യം പിടിച്ചിട്ട് അബിയെ അടിക്കാൻ വേണ്ടി ഒരുങ്ങുന്നുണ്ട്. നവ്യ പറയുകയാണ്, ഞാനും എൻ്റെ അനിയത്തി ഇവിടേക്ക് വലിഞ്ഞു കയറി വന്നതൊന്നുമല്ല, നീ നിന്റെ അമ്മയുമാണ് അങ്ങനെ വന്നത്, ഇവിടെയുള്ളവരുടെ കരുണ കൊണ്ട് മാത്രമാണ് നീ നിന്റെ അമ്മയും ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറയുകയാണ്. തൻ്റെ അച്ഛനെ അത്രമാത്രം വേദനിപ്പിച്ച അബിയോട് ദേഷ്യം സഹിക്കാത്ത നവ്യ വീണ്ടും വീണ്ടും വഴക്കിടുകയാണ്. പിന്നീട് നന്ദു ഹോസ്പിറ്റലിലേക്ക് കയറി വരുന്നതാണ് കാണിക്കുന്നത്. ആ സമയത്ത് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വരികയാണ് അനി. ആദർശേട്ടനും നയനേച്ചിയും ഇവിടെ ഇല്ലേ എന്ന് നന്ദു അനിയോട് ചോദിക്കുന്നുണ്ട്. ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നു, ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പുറത്തേക്ക് പോയതാണ് എന്നൊക്കെ പറയുന്നുണ്ട് അനി. ഞാൻ അവരെവിടെ ഉണ്ടാവും എന്ന് കരുതി വന്നതാണ് എന്നൊക്കെ പറയുകയാണ് നന്ദു. അവരില്ലെങ്കിൽ എന്താ കുഴപ്പം, നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് എന്നല്ലേ പറയാറുള്ളത്, നന്ദു എന്താ ഇപ്പോൾ ഇങ്ങോട്ട് വിളിക്കാത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നന്ദു ആണെങ്കിൽ ആകെ പതറിയാണ് നിൽക്കുന്നത്. നന്ദുവിൻ്റെ പതറിച്ച എനിക്ക് മനസ്സിലാവും. അനാമിക എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം എല്ലാവർക്കും നല്ല കുറ്റബോധമുണ്ട്, ഇപ്പോൾ എൻ്റെ ജീവിതം തകർന്നിരിക്കുകയാണ്, അത് എനിക്ക് നിന്നോട് പറയാൻ പറ്റില്ല എന്നൊക്കെ പറയുകയാണ് അനി. ഇടയ്ക്ക് നമ്മൾ വരാറുള്ള കോഫി ഷോപ്പിലൊക്കെ വരാറുണ്ട്, നിന്നെ കാണുമെന്ന് കരുതിയാണ് ഞാൻ അങ്ങോട്ട് വരാറുള്ളത് എന്നൊക്കെ പറയുകയാണ് അനി. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല, വല്യമ്മയ്ക്ക് എങ്ങനെയുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറയുകയാണ് അനാമിക. വല്യമ്മയ്ക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ബ്ലഡ് മാറ്റാൻ വേണ്ടി ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അനി. നയനേച്ചി കാച്ചി വെച്ച പാലാണ് വല്യമ്മ എടുത്ത് കുടിച്ചത്, അതുകൊണ്ട് എല്ലാവരും നയനേച്ചിയാണ് കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്നൊക്കെ പറയുകയാണ് നന്ദു. അത് കേൾക്കുമ്പോൾ അനി പറയുകയാണ്, നയനേച്ചി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, ഒന്നില്ലെങ്കിൽ അബിയും അപ്പച്ചിയുമായിരിക്കും, അല്ലെങ്കിൽ അനാമികയും അവളുടെ അമ്മയുമായിരിക്കും, വേറെ അങ്ങനെ ഒരു ബുദ്ധി തോന്നില്ല എന്നൊക്കെ പറയുകയാണ് അനി. ഇതോടെയാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്.